ദൃഢതീരുമാനങ്ങൾ എടുക്കാനും സഫലീകരിക്കുന്നതിനും നമ്മുടെ സമൂഹത്തിന്റെ ശക്തിയും പിന്തുണയും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ മുന്നേറ്റമാണ് അദ്ദേഹം തന്റെ ജനപ്രിയ പരിപാടിയായ മൻ കി ബാത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി നടത്തിയ ആഹ്വാനങ്ങളുടെ പ്രകടമായ സ്വാധീനം നാം പലതവണ കണ്ടുകഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തെ നെഞ്ചിലേറ്റുന്നതിലേക്ക് അദ്ദേഹം ഹർഘർ തിരംഗ അഥവാ വീട് വീടാന്തരം മൂവർണ്ണക്കൊടി എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് അതൊരു ജനകീയ മുന്നേറ്റത്തിന്റെ മട്ടിലേക്ക് മാറുകയും ചെയ്തത് നാം കണ്ടുകഴിഞ്ഞു. രാജ്യത്തെ ഓരോ ഭവനത്തിലും ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും നമ്മുടെ ദേശീയ പതാക പാറിപ്പറക്കുന്നത് നാം കണ്ടു. കശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യം ത്രിവർണ്ണാങ്കിതമായി. अमृत महोत्सव और स्वतंत्रता दिवस के इस विशेष अवसर पर हमने देश की सामूहिक शक्ति के दर्शन किए हैं. एक चेतना की अनुभूति हुई है. इतना बड़ा देश, इतनी विविधताएं, लेकिन जब बात तिरंगा फहराने की आई तो हर कोई एक ही भावना में बहता दिखाई दिया. तिरंगे के गौरव के प्रथम प्रहरी बनकर लोग खुद आगे आए. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കണക്കനുസരിച്ച് 2022 ഓഗസ്റ്റ് 13 മുതൽ 15 വരെ 6 കോടി ഭാരതീയർ ദേശീയ പതാകയ്ക്കൊപ്പം തങ്ങളുടെ സെൽഫി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ, സാംസ്കാരിക സംഘടനകൾ, യുവാക്കൾ, മുതിർന്നവർ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ നമ്മുടെ ദേശീയ പതാകയുടെ പിന്നിൽ അണിനിരുന്നു. എല്ലായിടങ്ങളിലും പ്രഭാത പേരുകൾ സംഘടിപ്പിച്ചു. लोगों ने तिरंगा अभियान के लिए अलग अलग इनोवेटिव आइडियाज भी निकाले. जैसे युवा साथी कृष्णिल अनिल जी ने. अनिल जी एक पजल आर्टिस्ट हैं और उन्होंने रिकॉर्ड समय में खूबसूरत तिरंगा मोज़ेक आर्ट तैयार की है. कर्नाटका के कोलार में लोगों ने 630 फीट लंबा और 205 फीट चौड़ा तिरंगा पकड़कर अनूठा दृश्य प्रस्तुत किया. असम में सरकारी कर्मियों ने दिधाली पुखरी वार मेमोरियल में तिरंगा फहराने के लिए अपने हाथों से 20 फीट का तिरंगा बनाया. ഫ്ലാഗ് കോഡിൽ മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള നിയമങ്ങളെ ലഘൂകരിച്ചു. ഈ ഉദ്യമത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ രാജ്യസ്നേഹം ശക്തിപ്പെടുത്തുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമരം, സമരസേനാനികൾ, ത്രിവർണത്തിന്റെ പിന്നിലെ ചരിത്ര കഥകൾ തുടങ്ങിയവ അറിയുന്നതിനുള്ള അവസരം കൂടി പ്രദാനം ചെയ്തു. തുടർന്ന് ഏകദേശം 500 കോടി രൂപ മൂല്യമുള്ള വിൽപ്പനയാണ് ദേശീയ പതാകകളുടെ കാര്യത്തിൽ നടന്നത്. We are very, very proud that we are part of this, Har Ghar Tiranga campaign, and every employee of Shahi, they are very, very excited that they are, contributing to the nation. तो आपको लोगों में अलग ही उत्साह दिखेगा. उत्साह के साथ बड़े ही they are contributing. बहुत ज्यादा मैं बोल नहीं सकती हूँ, इतना ज्यादा खुश हूँ. और गर्व इसलिए है कि हमें ये मौका मिला है बनाने के लिए, क्योंकि ये हमारी शान है. ഹർഘർ തിരങ്ക എന്ന ഈ പരിപാടിയിലൂടെ ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തിയെടുക്കാനും സാധിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങൾ ഇത് ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. तिरंगा हमें जोड़ता है, हमें देश के लिए कुछ करने के लिए प्रेरित करता है. मेरा एक सुझाव ये भी है कि 2 अगस्त से 15 अगस्त तक हम सभी अपनी सोशल मीडिया प्रोफाइल पिक्चर में तिरंगा लगा सकते हैं. वैसे क्या आप जानते हैं 2 अगस्त का हमारे तिरंगे से एक विशेष संबंध भी है. इसी दिन पिंगली वेंकैया जी की जन्म जयंती होती है, जिन्होंने हमारे राष्ट्रीय ध्वज को डिजाइन किया. മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളെ ദേശീയ ദൗത്യവുമായി ബന്ധിപ്പിക്കുന്നതും അവരെ ബോധവൽക്കരിക്കുന്നതും ഇതാദ്യമായിരുന്നില്ല. മൻ കി ബാത്തിലൂടെ മാത്രമല്ല, മറിച്ച് അതിന്റെ പ്രക്ഷേപണം തുടങ്ങിയത് മുതൽ ഇന്നേക്കുള്ള നാൾ വഴികളിലെ എല്ലാ ജനാഭിമുഖ്യ പരിപാടികളിലും അതിന്റെ സ്വാധീനം വ്യക്തമായിരുന്നു.
ജലസംരക്ഷണവും അതിന്റെ വൃത്തിയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള അമൃത് സരോവർ എന്ന പരിപാടിയും ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. പഴയതും പരമ്പരാഗതവുമായ ജലാശയങ്ങളെ പുനരുദ്ധീകരിക്കുകയും ഭൂഗർഭജലത്തെ നിലനിർത്തുകയും മഴക്കാല ജലശേഖരണവുമാണ് അമൃത് സരോവർ എന്ന വ്യത്യസ്തമായ ഈ പരിപാടി ലക്ഷ്യം വെക്കുന്നത്. हमारी संस्कृति में हजारों वर्ष पहले जल और जल संरक्षण का महत्व समझाया गया है. जब ये ज्ञान हम आज के संदर्भ में देखते हैं तो रोमांचित हो उठते हैं, लेकिन जब इसी ज्ञान को देश अपने सामर्थ्य के रूप में स्वीकारता है तो उनकी ताकत अनेक गुना बढ़ जाती है. देखते ही देखते अमृत सरोवर का निर्माण एक जन आंदोलन बन गया है. മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി സാധാരണ ജനങ്ങളുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിലൂടെ സാധാരണക്കാരുടെ ആത്മവിശ്വാസത്തെ അദ്ദേഹം ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. मैं 12वीं क्लास के बाद से तालाबों की साफ सफाई के लिए मैं काम करता हूँ. जो तालाब पहले अच्छे थे लेकिन धीरे धीरे कूड़ा घर बनते चले गए, उनको वापस से अच्छा तालाब बनाने की कोशिश में लगा हूँ. फिर 2021 में हमारे आदरणीय प्रधानमंत्री जी ने मन की बात में इस काम का जिक्र किया. मैं भी आश्चर्यचकित था कि आदरणीय प्रधानमंत्री जी को इस कैसे छोटी सी मुहिम के बारे में भी उनको पता चला. उसके बाद ये एक तरह से पूरे देश में ये काम फैला. രാജ്യത്തെ ഗ്രാമാന്തരങ്ങളിലെ അമൃത് സരോവർ മിഷന്റെ ഭാഗമായ വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം വിവിധ ലക്കങ്ങളിൽ ഉദാഹരിച്ചിട്ടുണ്ട്. തെലങ്കാനയിലെ ഗ്രാമങ്ങൾ, ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡിലെ ഗ്രാമപഞ്ചായത്തുകൾ, അവിടുത്തെ രാംപൂരിലെ അമൃത സരോവര വിശേഷങ്ങൾ തുടങ്ങി പല ഉദാഹരണങ്ങളിലൂടെയും പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് പ്രചോദനം നൽകി. मुझे खुशी है कि देश में बहुत से लोगों ने वाटर कंजर्वेशन को लाइफ मिशन ही बना दिया है. जैसे चेन्नई के एक साथी हैं अरुण कृष्णमूर्ति जी. अरुण जी अपने इलाके में तालाबों और झीलों को साफ करने का अभियान चला रहे हैं. इसी तरह महाराष्ट्र के एक साथी रोहन काले हैं. वो महाराष्ट्र के सैकड़ों स्टेपवेल्स यानी सीढ़ी वाले पुराने कुओं के संरक्षण की मुहिम चला रहे हैं. അമൃത് സരോവർ പദ്ധതിക്ക് മുൻപ് തന്നെ പ്രധാനമന്ത്രി പ്രാകൃതിക ജലാശയങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കാറുണ്ടായിരുന്നു. കൂടാതെ മഴവെള്ള സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കി വരികയും ചെയ്യുന്നു. ഇതിൽ തന്നെ ക്യാച്ച് ദി റെയിൻ എന്ന ക്യാമ്പയിനിൽ ഓരോ മഴത്തുള്ളിയെയും സംരക്ഷിച്ചു നിർത്തേണ്ടി വരുന്നതിനുള്ള ആഹ്വാനവും അദ്ദേഹം നടത്തുന്നുണ്ട്. इससे जो है हमारे गांव का वाटर लेवल बढ़ा है. हमारे गांव में एक फसल हुआ करती थी, मेड़बंदी के द्वारा बरसात का पानी रुकने लगा तो उस खेतों में जो है धान भी पैदा होने लगा और पैदावार भी अच्छी हुई. गांव का किसान खुशहाल हो गया और पानी का भी वाटर लेवल बढ़ा. കുളങ്ങളും ജലാശയങ്ങളും ജലസംരക്ഷണത്തിനുള്ള നമ്മുടെ പരമ്പരാഗത സ്രോതസ്സുകളാണ്. ഇവ ഒരു തരത്തിൽ നമ്മുടെ പ്രാകൃതിക ജലസംരക്ഷണത്തിനുള്ള രീതികളും സാമൂഹ്യ ഏകീകരണത്തിനുള്ള മാർഗവും കൂടിയായിരുന്നു. പ്രധാനമന്ത്രി ഈ ജലസ്രോതസ്സുകളുടെ മഹത്വം വിളിച്ചോതുകയും ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ മൻ കി ബാത്തിലൂടെ ഗുജറാത്തിലെ പാടനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് വെല്ലായ റാണി കി വാവിനെ പറ്റിയും ഉദയ്പൂരിലെ സംരക്ഷിക്കപ്പെടുന്ന സുൽത്താൻ കിണറിനെ പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ദേശവാസികളോട് പ്രാകൃതിക ജലസംരക്ഷണ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. जब हम काम करते थे 40 साल पहले से तो हमें कोई देखता नहीं था, लेकिन आज जब उनके भाषण सुनते हैं नरेंद्र मोदी जी का तो वो पानी पे बहुत अच्छे से बोलते हैं. तो वो जब बोलते हैं तो सच में उनको ग्राउंड स्तर का नॉलेज है, पानी का नॉलेज है, धरती का ज्ञान है. और मैंने उनको कई दफ़े सुना है तो बड़ा अच्छा लगता है. पहले तो हम काम तो करते ही थे, 100 गाँव तक काम करते थे, लेकिन अब हमें लगने लगा है कि पूरे देश में काम करना है.
पहले भी कुछ स्टेट से लोग आते थे, पर अब जो है सभी इलाके में हमें जाकर के ये यात्रा शुरू करनी है, पानी का काम शुरू करना है, पूरे भारत को पानीदार और पर्यावरणदार बनाना है हमें। ये हमारी जिम्मेदारी आ चुकी है और हम इसको करेंगे। വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ പങ്ക് തുലോം കുറവാണെങ്കിലും നമ്മുടെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും അതൊരു വലിയ ഭീഷണിയായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ലോകത്തെ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യം എന്ന നിലയ്ക്ക് ഭാരതം ഈ വെല്ലുവിളിയെ നേരിടുന്നതിന് മുൻപന്തിയിൽ നിൽക്കുകയാണ്. വ്യവസ്ഥാപിതമായ ഉദ്യമങ്ങൾ ഈ ദിശയിലുണ്ടെങ്കിലും അതിനുമപ്പുറം പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലി എന്ന മന്ത്രവാക്യം ജനങ്ങൾക്ക് അദ്ദേഹം മൻ കി ബാത്തിലൂടെ നൽകുകയും ചെയ്തു. मैं देश के अलग अलग हिस्सों में पर्यावरण संरक्षण को लेकर बढ़ रहे उत्साह को देखकर बहुत ही खुश हूं। कुछ दिन पहले ही भारत में पर्यावरण की रक्षा के लिए समर्पित मिशन लाइफ को भी लॉन्च किया गया है। मिशन लाइफ का सीधा सिद्धांत है ऐसी जीवन शैली, ऐसी लाइफस्टाइल को बढ़ावा जो पर्यावरण को नुकसान न पहुंचाए। मेरा आग्रह है कि आप भी मिशन लाइफ को जानिए, उसे अपनाने का प्रयास कीजिए। ഭാരതം പോലുള്ള വികസ്വര രാജ്യത്തെ സംബന്ധിച്ച് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സുസ്ഥിര വികസനമെന്ന ലക്ഷ്യം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. സമ്പത്തിനെയും സാങ്കേതിക വിദ്യയെയും സന്തുലിതമായി നിലനിർത്തിക്കൊണ്ട് ഗ്രീൻ എനർജി അഥവാ പുനരുൽപാദക ഊർജ്ജശക്തിയെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നത്. സൗരോർജ്ജത്തെക്കുറിച്ചും ഭാരതത്തെ ഗ്രീൻ എനർജിയുടെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു. सूर्य देव का ये वरदान है सौर ऊर्जा। सोलर एनर्जी आज एक ऐसा विषय है जिसमें पूरी दुनिया अपना भविष्य देख रही है और भारत के लिए तो सूर्यदेव सदियों से उपासना ही नहीं, जीवन पद्धति के भी केंद्र में रह रहे हैं। भारत आज अपने पारंपरिक अनुभवों को आधुनिक विज्ञान से जोड़ रहा है, तभी आज हम सौर ऊर्जा से बिजली बनाने वाले सबसे बड़े देशों में शामिल हो गए हैं। മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുക, ഊർജ്ജ സംരക്ഷണം, LED ബൾബുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക തുടങ്ങി പ്രകൃതി അനുകൂല നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രി ജനങ്ങൾക്ക് പ്രേരണ നൽകുകയും അവർക്ക് അതിനുതകുന്ന കഥകൾ ഉദാഹരിക്കുകയും ചെയ്തു. रुद्रप्रयाग के रहने वाले श्रीमान मनोज बेंजवाल जी से भी आपको बहुत प्रेरणा मिलेगी। मनोज जी ने पिछले 25 वर्षों से पर्यावरण की देखरेख का बीड़ा उठा रखा है। ऐसे ही देवर गांव की चंपा देवी जी पिछले 3 साल से अपने गांव की महिलाओं को कूड़ा प्रबंधन यानी वेस्ट मैनेजमेंट सिखा रही है। चंपा जी ने सैकड़ों पेड़ भी लगाए हैं और उन्होंने अपने परिश्रम से एक हरा भरा वन तैयार कर दिया है। വനം, വനസമ്പത്ത് സംരക്ഷണം, വന്യജീവി സംരക്ഷണം എന്നിവയാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനകളിൽ പ്രധാനം. പരിസ്ഥിതി സംരക്ഷണ ഭൂപടത്തിൽ ഭാരതത്തെ മുന്നാക്ക രാഷ്ട്രമായി വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള അനേകം പദ്ധതികൾ ആവിഷ്കരിക്കുകയും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു. ഈയിടെ മധ്യപ്രദേശിലെ പാലൻപൂർ കുനോവിൽ നമീബിയയിൽ നിന്നും ചീറ്റകളെ കൊണ്ടുവരികയും അതുവഴി ജനങ്ങൾക്കിടയിൽ ജൈവ വൈവിധ്യമെന്ന ആശയത്തെ വളർത്തിയെടുക്കാനുള്ള ഉദ്യമം വിജയിക്കുകയും ചെയ്തു. ഭാരതത്തിൽ 70 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ചീറ്റകളുടെ മടങ്ങിവരവാണ് അന്നുണ്ടായത്. देश के कोने कोने से लोगों ने भारत में चीतों के लौटने पर खुशियां जताई हैं। 130 करोड़ भारतवासी खुश हैं, गर्व से भरे हैं। यह है भारत का प्रकृति प्रेम। ഈ രാജ്യത്ത് അസാധ്യമെന്ന് കരുതപ്പെട്ട പലതും കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ സാധ്യമാക്കാൻ കഴിഞ്ഞു. ഇക്കാര്യത്തിൽ
മൻ കി ബാത്ത് എന്ന ഈ പരിപാടി സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുകയും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ ബലപ്പെടുത്തുന്നതിന് മൻ കി ബാത്ത് എന്ന ഈ പരിപാടിയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. भारत की संस्कृति, हमारी भाषाओं, हमारी बोलियां, हमारे रहन सहन, खान पान का विस्तार, ये सारी विविधताएं हमारी बहुत बड़ी ताकत है. पूरब से पश्चिम तक, उत्तर से दक्षिण तक भारत को यही विविधता एक करके रखती है, एक भारत ശ്രേഷ്ഠ ഭാരത് बनाती है. കല, സംഗീതം, സാഹിത്യം, ഉത്സവങ്ങൾ തുടങ്ങി ഒട്ടനേകം പാരമ്പര്യങ്ങളുടെ സമ്മേളനമാണ് സംസ്കാരം. രാഷ്ട്രവികാസത്തിന് സാംസ്കാരിക ഉന്നമനം പ്രധാനപ്പെട്ട കണ്ണിയാണ്. साहित्य संगीत कला विहीनः साक्षात पशु पुच्छ विषाणहीनः, यानी कि साहित्य संगीत और कला के बिना अगर मनुष्य है तो वो पशु समान है. ये तो हमारी भारतीय संस्कृति कही गई है, बस उसी को आगे लेकर जा रहे हैं. और प्रधानमंत्री ने जो 5 प्रण दिलवाए थे उन्होंने सबसे पहले प्रण ये था कि हमारी विरासत पर हमें गर्व करना चाहिए. तो ये विरासत पर हम गर्व करना हमारी नई युवा पीढ़ी को सिखा रहे हैं. और यही कलाएं जो आत्मसात करके युवा शक्ति अपने कलाओं को प्रोत्साहित करके अपनी कलाओं को आगे ले जा रहे. प्रधानमंत्री जी हमारे नरेंद्र मोदी जी को बहुत तहे दिल से शुक्रिया देना चाहूँगी कि हम जैसे छोटे से कलाकारों को बहुत प्रोत्साहित करते हैं और कला की दिशा में जब हम नया कुछ करना चाहते हैं तो हमें आगे बढ़ने का अवसर देते हैं. രാജ്യത്തെ വിവിധ നിറങ്ങളെക്കുറിച്ച് ഓരോ പൗരനും അഭിമാനമുണ്ടാകട്ടെ. എന്നാൽ തൻ്റെ സ്വന്തം ഭാഷ, പാരമ്പര്യം തുടങ്ങിയവയെക്കുറിച്ചുള്ള ഇടുങ്ങിയ ചിന്തകൾ ഉപേക്ഷിച്ച് രാജ്യത്തെ ഓരോ പാരമ്പര്യത്തെയും ആദരിക്കുകയും ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്നു എന്നതാണ് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഐക്യത്തിന്റെ ഈ സങ്കല്പത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നതാണ് മൻ കി ബാത്ത് എന്ന ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ വിവിധങ്ങളായ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നതിനുള്ള ഒരു ആദർശ മാതൃകയാണ് കുംഭമേള. പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ അത് ഫലപ്രദമായി പ്രയോഗിക്കുകയും ചെയ്തു. कुंभ का स्वरूप विराट होता है. जितना दिव्य उतना ही भव्य. देश और दुनिया भर के लोग आते हैं और कुंभ से जुड़ जाते हैं. कुंभ मेले में आस्था और श्रद्धा का जनसागर उमड़ता है. एक साथ एक जगह पर देश विदेश के लाखों करोड़ों लोग जुड़ते हैं. कुंभ की परंपरा हमारी महान सांस्कृतिक विरासत से पुष्पित और पल्लवित हुई है. ഭാരതത്തിന്റെ ഐക്യം അതിന്റെ സംസ്കാരത്തിൽ കുടികൊള്ളുന്നു. ഈ മഹത്തായ സംസ്കാരത്തിന്റെ ഊടിലും പാവിലുമാണ് നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ പാരമ്പര്യം നിലകൊള്ളുന്നത്. കുംഭമേളയിൽ ആർഷഭാരതത്തിന്റെ ഒരു ചെറുരൂപമെന്ന് നമുക്ക് കാണാവുന്നതാണ്. വടക്കു മുതൽ തെക്ക് വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയുമുള്ള നമ്മുടെ തീർത്ഥസ്ഥലങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങൾ, ശക്തിപീഠങ്ങൾ, നമ്മുടെ പരമ്പരാഗത ഉത്സവങ്ങൾ തുടങ്ങി ഉത്സവങ്ങളുടെ മതപരവും ആധ്യാത്മികവുമായ ചടങ്ങുകളെല്ലാം തന്നെ ദേശീയ ഏകതയുടെ പാതകവാഹകരാണ്. ഭാരതത്തിന്റെ ഈ സാംസ്കാരിക ഐക്യമെന്ന മഹായജ്ഞത്തിൽ രാജ്യത്തെ ജനതയെ യോജിപ്പിക്കുന്നതിനു വേണ്ടി ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മന്ത്രം അദ്ദേഹം ഉയർത്തി. ഈ ആഹ്വാനം ഉയർന്നു കേൾക്കാൻ അദ്ദേഹം മൻ കി ബാത്ത് എന്ന ഈ പരിപാടി ഉപയോഗിക്കുന്നു. मेरे प्यारे देशवासियों, हमारे देश में समय के साथ स्थिति परिस्थितियों के अनुसार अनेक परंपराएं विकसित होती है. यही परंपराएं हमारी संस्कृति का सामर्थ्य बढ़ाती हैं और उसे नित्य नूतन प्राण शक्ति भी देती है. एक भारत श्रेष्ठ भारत की भावना हमारे देश को मजबूती देती है. हम जब एक दूसरे के बारे में जानते हैं, सीखते हैं, तो एकता की ये भावना और प्रगाढ़ होती है. 700 കൊല്ലങ്ങൾക്ക് ശേഷം പശ്ചിമ ബംഗാളിലെ ത്രിവേണിയിൽ കുംഭമേള നടത്തുകയാണിപ്പോൾ. ഗുജറാത്തിലെ പോർബന്ദറിനടുത്ത് നടത്തുന്ന മാധവപൂർ മേളയിൽ ദ്വാരകനാഥനായ ശ്രീകൃഷ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്യുന്നതിന്റെ ഓർമ്മകൾ പുതുക്കുന്നു.
രുക്മിണി ദേവി അരുണാചൽ പ്രദേശിലെ രാജകുമാരിയായിരുന്നു എന്നാണ് വിശ്വാസം. ഭാരതത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളുടെ ഈ അത്ഭുതകരമായ ബന്ധത്തെ പ്രധാനമന്ത്രി തന്റെ ദേശവാസികളോട് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി മൻ കി ബാത്തിലൂടെ അവതരിപ്പിച്ചു. एक सप्ताह तक चलने वाले माधवपुर मेले में नॉर्थ ईस्ट के सभी राज्यों के आर्टिस्ट पहुंचते हैं, हैंडीक्राफ्ट से जुड़े कलाकार पहुंचते हैं और इस मेले की रौनक को 4 चांद लग जाते हैं। एक सप्ताह तक भारत के पूरब और पश्चिम की संस्कृतियों का ये मेल, ये माधवपुर मेला एक भारत श्रेष्ठ भारत की बहुत सुंदर मिसाल बना रहा है। രാജ്യത്തെ ഐക്യത്തിന്റെ ചരടിൽ കോർത്തിണക്കുന്ന ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മന്ത്രമായാലും രാജ്യത്തെ ഹരിതാഭമാക്കാനും ആരോഗ്യപൂർണ്ണമാക്കാനുമുള്ള പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ആഹ്വാനമായാലും ജീവദായിനിയായ ജലസംരക്ഷണത്തിനുള്ള പരിശ്രമങ്ങളിലൂടെ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള അമൃത സരോവർ മിഷനായാലും പരിസ്ഥിതി അനുകൂല ജീവിതചര്യ സ്വീകരിക്കുന്നതിനുള്ള മിഷൻ ലൈഫ് പദ്ധതിയുടെ തുടക്കമായാലും ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ എല്ലാ പദ്ധതികൾക്കും മൻ കി ബാത്ത് എന്ന ഈ പരിപാടി ഒരു പുതിയ ഊർജം പ്രദാനം ചെയ്തു. അത് ഭാരതീയ ജനതയുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഊർജമാണ് എന്ന് തന്നെ പറയണം.